സമയം രാവിലെ 5:30. എനിക്ക് മറ്റേ ഡാൻസ് ബിഗ് ബോസിന്റെ ഓർമ്മ. സംഗതി വേറെ ഒന്നുമല്ല, ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പരിപാടിക്ക് പോവാണ് അല്ലേ. ബിഗ്ഗസ്റ്റ് ഗ്യാതറിംഗ് എന്നിപ്പ പറയാം. കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇതിലും വലിയൊരു ഗ്യാതറിംഗ് വരും. ബിഗ് ബോസിലെ സീസൺ 1 to 6 ഉള്ള കണ്ടസ്റ്റൻസിൻ്റെ ഒരു മീറ്റപ്പ് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതിൻ്റെ പ്ലാനിങ്ങും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കൊച്ചിയിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ നാപ്പിയർ ഹെറിറ്റേജ് കൊച്ചിയിൽ വെച്ചിട്ടാണ് നമ്മൾ മീറ്റപ്പ് നടക്കുന്നത്. സോ സീസൺ 1 to 6 റെപ്രസെൻ്റ് ചെയ്ത് ഒരുപാട് പേര് വരുന്നുണ്ട്. സോ ഞങ്ങളവിടെ കുറച്ച് എന്താ പറയുക, ഞങ്ങളുടേതായിട്ടുള്ള പ്ലാനിങ്ങും കാര്യങ്ങളുണ്ട്. അത് കാണിച്ചു തരാൻ പറ്റില്ല എന്നുള്ളത് അറിയില്ല. അതൊക്കെ പതിയെ റിവീൽ ചെയ്യാം. ഓക്കെ, സ്നേഹം ഒഴിഞ്ഞു കയറാൻ നോക്കും. കൂട്ടത്തിൽ അനിരുദ്ധം ഉണ്ട്. പോണ വഴിക്ക് നന്ദനേനെ എടുക്കണം, അപ്സരേനെ എടുക്കണം. 5:30 ഇപ്പൊ തന്നെ ഇറങ്ങണം. 5 മണിക്ക് ഇറങ്ങുമെന്ന് പറഞ്ഞിട്ട് 4 മണിക്ക് തുടങ്ങിയ യുദ്ധമാണ് ഈ കാണുന്നത്. ഞാൻ 4 മണിക്ക് കറക്റ്റ് എണീച്ചു. ഞാൻ ഇന്ന് ഒരുങ്ങുമ്പോൾ ഡ്രസ് ഇട്ട് നോക്കുക. അല്ല, ഒരുങ്ങിയില്ലോ 1.5 മണിക്കൂർ. അപ്പൊ ഞാൻ എന്താണെങ്കിലും ഒരു മാല, ഒരു ഷർട്ട്, ഒരു പാന്റിന്റെ പരിപാടികൾ കഴിഞ്ഞു. ഞാൻ പോവാണ്. വേണമെങ്കിൽ വണ്ടിക്ക് വന്നോ. ഓക്കെ, ബൈ. ബിഗ് ബോസിൽ പോണതിന്റെ മുമ്പ് വരെ ഇങ്ങനെ ഒരു പെട്ടി തൂക്കി പിടിച്ച് എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോകേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. നോർമൽ രീതിയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നില്ലെങ്കിൽ എൻ്റെ ക്രിക്കറ്റ് കിറ്റിലായിരിക്കും എൻ്റെ ഡ്രസ്സും സാധനങ്ങളും ഇരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ജസ്റ്റ് ഒരു ട്രാവൽ ബാഗ് വേണം, അതിനകത്ത് എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് പോണ പരിപാടിയാണ്. അണക്ക് ഇനി എവിടെ എത്തിയാലെന്താ, അണക്ക് ആ ബാഗും പിടിച്ച് അവിടെ പുറത്തിറങ്ങി നിന്നാ പോരെ. ഈ സിനിമ ഷൂട്ട് ചെയ്യാൻ പോയൊന്നുമല്ലല്ലോ, ഞങ്ങളപ്പോ ഇറങ്ങി പോരുന്നല്ലേ. ശരി എന്നാ കേട്ടാക്കോ. ഒന്നുമില്ല, സ്ഥിരം പരിപാടിയല്ല സ്നേഹം. ഞങ്ങള് 4 മണിന്ന് പറയും, എന്നിട്ട് ഞങ്ങള് 4 മണി പറയും. ഓ ശരി 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 ശരി. ഇന്ന് ഞാൻ നേരത്തെ നീച്ചു. ആ ഡയലോഗ് അടിക്കണ്ട. ഇന്നിപ്പോ എത്ര മണിക്കൂർ വെയിറ്റ് ചെയ്ത്? 1/2 മണിക്കൂറാ? 3/4 മണിക്കൂർ. ജസ്റ്റ് 3/4 മണിക്കൂറിനെ കൊണ്ട് വെയിറ്റ് ചെയ്തു. അങ്ങനെ നേരത്തെ ഞങ്ങൾ പോസ്റ്റ് ആക്കി മിസ്റ്റർ അനിരുദ്ധ് വണ്ടിയിൽ കയറിയിരിക്കുകയാണ്. ഞാൻ പോസ്റ്റ് ആക്കിയിട്ടില്ല. അന്നെ ഞങ്ങള് പോസ്റ്റ് ആക്കി കാര്യം പറഞ്ഞത്. ഓ അങ്ങനെ, അതെന്നുള്ളതാണ് ഗൈസ്. ഇന്ന് എന്റെ അമ്മന്റെ സമാധാനം പോയില്ലേ? ഇന്ന് ഈ രാവിലെ 2 ദോശയും ചായയും കുടിച്ചില്ലല്ലോ. ഇവന്റെ അമ്മയ്ക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സമാധാന കുറവ് എന്നാണ് പറഞ്ഞത്. അതായത് രാവിലെ എണീച്ചിട്ട് ഇവന് 2 ദോശ ഒരു ചായ ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ അമ്മയ്ക്ക് സമാധാനമില്ല. അതുകൊണ്ട് ഇന്ന് പോലെ 2 ദോശയും ചായയും കഴിച്ചില്ല. അതുകൊണ്ട് ഇന്നും എന്റെ അമ്മയ്ക്ക് സമാധാനമില്ല എന്നാണ് പറഞ്ഞത്. കുഞ്ഞു കുട്ടിയല്ലേ, അതാണ് അവന്റെ എപ്പോഴുള്ള ഓർത്ത്. എന്നും 1 മണിക്കൂർ പോസ്റ്റ് ആണ്, 1/2 മണിക്കൂറായിട്ടുള്ളൂ. അതെ, എന്നും ഞങ്ങൾ ഒരു പോസ്റ്റ് കൊടുക്കാനുള്ള പരിപാടി. ഇന്നാണെങ്കിൽ കുറച്ച് സമയം കുറച്ചാണ് പോസ്റ്റ് കൊടുത്തത്. ഇനി ഓർക്കട്ടെ, ഞാനും ഉറങ്ങാൻ വേണ്ടി പോവാണ്. അന്നിതേ ഈ ഉറങ്ങരുത്. ഇത് ഉറങ്ങിയോണ്ട് കുഴപ്പമില്ല. വോൾവോക്കെ ആണെങ്കിൽ ഓട്ടോ ബ്രേക്ക് എങ്കിലും ഉണ്ട്. BMW ഓട്ടോ ബ്രേക്കും ഇല്ല. മനസ്സിലായില്ലേ? ഇപ്പൊ തന്നെ ചാടി. വേറെ പ്രശ്നമുണ്ട്, ഇവര് രാത്രി കണ്ണട വെച്ചാൽ മാത്രമേ കണ്ണ് കാണൂന്നാണ്. അല്ലടാ, അങ്ങനൊന്നുമില്ല. കോൺസെൻട്രേറ്റ് ആയിട്ടോ. ഓക്കെ ബൈ. നമ്മള് അയ്യോ, ഈ കൈ പെടുന്ന ആളതിന്റെ ഏറ്റവും വലിയ പ്രശ്നം. വിരലി അറ്റ ഇങ്ങനെ പെടും. ഇങ്ങനെ വന്നിട്ടുണ്ട് ഇതിനിടയിൽ. ഞാൻ കൈ പെടുന്നോണ്ട് ഗിംബൽ വാങ്ങി. ഇനി കൈ പെടൂലല്ലോ. അതെ, കൈ പെടുന്ന് വിചാരിച്ചിട്ട് ഒരുത്തൻ ഗിംബല് മേടിച്ചു. ലാസ്റ്റ് ഗിംബലിന്റെ കുറ്റി കാണാൻ തുടങ്ങി. ഗിംബലിന്റെ കുറ്റിയും സൈഡിലുള്ള ബട്ടറും കാണാൻ തുടങ്ങി. അതോടുകൂടി പണി നിർത്തി. അപ്പൊ ഓക്കെ, ഞങ്ങൾ പട്ടാമ്പി എത്തിയിരിക്കുകയാണ്. നല്ല കിടന്നുറങ്ങി. ഞാൻ ഉറങ്ങി. ഞാൻ നല്ല ഉറക്കം ഉറങ്ങി. അനിരുദ്ധ ഉറങ്ങിയോന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. അവിടെ ആ ഹോട്ടലാ, മണികണ്ഠം ഭവൻ, സ്നേഹന്റെ ഹോട്ടൽ. അതായത് ഈ പട്ടാമ്പിക്ക് ഒരു കഥ ഉണ്ട് ഗൈസ്. അതായത് ഈ അമ്പലത്തിനൊരു കഥ ഉണ്ട് പട്ടാമ്പിയിലെ. പിന്നെ ഈ പാലൊലിച്ചു പോയതിന്റെ പാലോടെ ഈ സൈഡിൽ ആ അമ്പലത്തിന്റെ അവിടെ ഇട്ടോ. എന്നിട്ട് അവിടെ നിന്ന് പോവാം. ഈ അമ്പലത്തിനൊരു കഥ ഉണ്ട്. സ്നേഹ പണ്ട് പട്ടാമ്പിയില് ശ്രീപതി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ പഠിച്ചിരുന്ന സമയത്ത് ഞാൻ സ്നേഹനെ കാണാൻ വേണ്ടി സ്ഥിരമല്ലെങ്കിലും അത്യാവശ്യമായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അല്ല സ്നേഹ, ഈ എങ്ങോട്ട് അമ്പലത്തിന്റെ അതിലേക്ക് കുത്തി കയറ്റും. അതിന്റെ ഉള്ളിക്ക് ലാസ്റ്റ് അമ്പലത്തിലേക്ക് വണ്ടി കുത്തി കയറ്റിന്നാവും. ഈ എങ്ങനെ ഇടറേ? അങ്ങനെ എടുത്തിട്ട് ഇതാക്കിക്കിട ഈ സാധനം.
അല്ലാതെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നാട്ടുകാർ ഞാൻ പറയും. ഇപ്പൊ ഞാൻ കൂടെ പറയുള്ളൂ. അമ്പലത്തിൽ ഇടിച്ച് കയറി സീക്രട്ട്. അമ്പലത്തിലാണോ ഫുഡ് കഴിക്കാൻ വന്നതെന്നൊരു സംശയം. ഇവിടുത്തെ പാട്ടയില് അമ്പലത്തിലാണോ വന്നേ? ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഒടുക്കത്തെ മറ്റേ ഭക്തിപ്പാട്ട്. വെജ് ഹോട്ടലിൽ ഭക്തിപ്പാട്ട് ഇറങ്ങാൻ നിർബന്ധം. പൂരി മസാല അണക്കോ, നെയ്റോസ്റ്റ് അണക്കോ. ഞാൻ പൂരി മസാല പറഞ്ഞു, വേറെ ഒന്നും നോക്കിയില്ല. ഒറ്റയ്ക്ക് പൂരി മസാല പറഞ്ഞിരിക്കുന്നു. സ്നേഹ നെയ്റോസ്റ്റ്, അൻപത് നെയ്റോസ്റ്റാണ്. അതെ. പിന്നെ ഇവിടുത്തെ നല്ല പാട്ടുള്ളത് കൊണ്ട് ഭക്ഷണമൊക്കെ പെട്ടെന്ന് കയറി പോയിക്കോളൂ. ഞാൻ കാര്യമായിട്ട് വയ്ക്കണം. എല്ലാ വെജ് ഹോട്ടലിലും ഇങ്ങനത്തെ ഭക്തിപ്പാട്ട് ഇറങ്ങുന്ന വല്ല നിയമമുണ്ടോ? അമ്പലമുള്ള കഴിച്ചിട്ട് ഞാൻ എനിക്ക് പറയാനുള്ള ഞാൻ പറഞ്ഞു. പൂരി, ദോശ, ദോശ. ആരട്ട്? മാമൻ. മാമനോ? കണ്ടേട്ടൻ. അല്ല, സാധാരണ നമ്മളൊരു ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞാൽ ചേട്ടാന്നൊക്കെ വിളിക്കല്. ഇവിടെ വന്നിട്ട് മാമ. ഒരു പൂരി. പൂരി. സാധാരണ നമ്മളൊരു ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ എന്താ പറയുക, ചേട്ടാന്നല്ല വിളിക്കുക. ഇവ മൂപ്പരെ കപ്പട മീശൊക്കെ കണ്ടോണ്ടാവുന്നുണ്ട്. മാമാന്ന് പേടിച്ചിട്ടാവുന്നുണ്ട്. മാമ ഒരു പൂരി നോക്കെ. പിന്നെ മൂപ്പര് ഇഷ്ടത്തിനാട്ടോ അല്ലേ? നമ്മള് ചായ പറഞ്ഞാൽ മൂപ്പര് കാപ്പി വരും. നമ്മള് കാപ്പി പറഞ്ഞാൽ മൂപ്പര് സാമ്പാറും ഉണ്ട്. വേറെ പ്രശ്നമൊന്നുമില്ല. സിമ്പിൾ ആവാണ്. കഴിഞ്ഞില്ലേ? പോവാ. ചട്നിയോ? സ്നേഹയ്ക്ക് കമ്മീഷനുള്ള ഹോട്ടലായതുകൊണ്ട് ഓളിഞ്ഞ് എല്ലാം തള്ളി പറിക്കും. പിന്നെ ഓളെ ഇഷ്ടത്തിന് ഇവിടെ മറ്റേ ഭക്തിപ്പാട്ട് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് അവൾക്ക് വയറ് ഫുള്ളാവും. കഴിച്ചാട്ടാ കഴിച്ച. അതായത് നമ്മളിപ്പോ വ്ളോഗ് എടുക്കുന്ന ടൈമില്, അതായത് ഇവന് സംഗതി ഇവന് വണ്ടി വർക്ക് ചെയ്യാൻ ദേശം സീനാണ്. അതായത് ഇവൻ വണ്ടി വർക്ക് ചെയ്ത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുമാതിരി വണ്ടീന്റെ കുണ്ടി പുറത്ത് കിടക്കും, റോഡിന്റെ പുറത്തേക്ക്. സീരിയസ് ആയിട്ട് പറയാണ്. വണ്ടീന്റെ മുൻഭാഗത്തും കുണ്ടി ആ അവസ്ഥയാണ്. ഈ ഡിക്കി പുറത്ത് വെച്ച് കിടക്കുന്ന അവസ്ഥയിലാണ് ഇപ്പൊ വണ്ടി വർക്ക് ചെയ്യുക. അങ്ങനെ തൃശ്ശൂർ വെച്ച് ഞങ്ങൾക്ക് നന്ദനെ കിട്ടിയിരിക്കുകയാണ്. അതെ, നന്ദന അവിടെ തൃശ്ശൂർ അവിടെ ഒരു വഴിയിൽ ഇങ്ങനെ 4 ഷൂട്ടും പിന്നെന്താണ് വേറെ എന്തൊക്കെയായിരുന്നു, കൊളാബ്, ഷൂട്ട്, പ്രൊമോഷൻ. അതെ, അങ്ങനെ കുറച്ച് ഇന്റർവ്യൂ, പ്രൊമോഷൻ, ഷൂട്ടിന്റെ ഭാഗമൊക്കെ ആയിട്ട് റോഡിന്റെ സൈഡിൽ ഇങ്ങനെ നിക്കുന്നുണ്ടായിരുന്നു. എങ്ങനെ ഇവരെ തൃശ്ശൂർ അറിയുന്ന കറക്റ്റ് ചെക്ക്. അശ്വിനി വീട്ടിലിരുന്ന് ചായ കുടിക്കണം. പെണ്ണുങ്ങളെ പേര് എന്നോട് ചോദിക്കാൻ പാടില്ല. അറിയില്ലേ? ഇല്ലല്ലേ, അറിയില്ലവന്. സ്ത്രീകളായിട്ട് പിന്നെ ചെറിയ പ്രശ്നമുണ്ട്. എന്താ അജ്ജിന്ന് ഇയലക്ക് ഈ ബ്രഹ്മചാരിയാണ്, നിത്യബ്രഹ്മചാരിയാണ്, ഈ കല്യാണം കഴിക്കലൊക്കെ. അങ്ങനെ അപ്സര എത്തിയിട്ടുണ്ട്. അപ്സര എത്തിയിരിക്കുന്നു. അപ്സരയെ കൊണ്ടാക്കി. ഹായ് മിസ്റ്റർ ആൽബി, ഞങ്ങള് പോട്ടെ. ഓക്കെ. സാധാരണ ഞങ്ങൾ അങ്ങനെയാണ്. ഞങ്ങൾ പോസ്റ്റ് വരുമ്പോ ഞങ്ങൾ കുറച്ച് കൂടുതൽ വരും. കൊച്ചിയിൽ എന്താ നടക്കാൻ പോണേ നിങ്ങൾ കാണാൻ പോണല്ലോ. മാറി നിക്കണോ. അതായത് കൊച്ചിയിലെത്താൻ ഇനി ഏകദേശം ഇപ്പൊ 9 മണിയായി. കൊച്ചിയിലെത്താൻ മിക്കവാറും ഒരു 11 മണി ആയി കഴിഞ്ഞാൽ പരിപാടികൾ 11 മണിക്ക് തുടങ്ങും. അപ്പൊ നമ്മള് 11 മണിക്ക് തന്നെ എത്തണം. ഓക്കെ, പെട്ടെന്ന് വിടണം. പരിപാടികൾക്ക് തുടക്കം വിട്ടതേ ഞാനാണ്. അതെ, പരിപാടികൾ തുടക്കട്ടെ ഞാനാണ്, ലാസ്റ്റ് നമ്മുടെ ഞാനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്റെ ബർത്ത്ഡേക്ക് തുടങ്ങി വെച്ചത് സായിച്ചേട്ടൻ, ലാസ്റ്റ് സായിച്ചേട്ട. ഞാൻ കേക്ക് എടുത്ത് വെച്ചിട്ട് സായിച്ചേട്ടനെ വെച്ചത് ഇങ്ങനെയൊക്കെ കത്തിയും കൊണ്ട്. അതെന്താ അറിയോ? അത് ഈ സ്നേഹ കണ്ടോ, സ്നേഹ ഒരുങ്ങാൻ ദേശം. അതെന്ത് സിമ്പിൾ ആയിട്ട്. ഓ, നന്ദനേന്റെ പോപ്പർ അപ്സരയുടെ കല്യാണത്തിന് എന്റെ പൊന്നെ, അപ്സരയുടെ ബർത്ത്ഡേക്ക് പാവം ചെക്കന്മാര് വണ്ടി ഉന്താണ്. വണ്ടി ഉന്തുമ്പോ മുന്നില് പെട്രോൾ വണ്ടിയാണ്. മൂപ്പര് പോയി പെട്രോൾ കിട്ടുമെന്നാണോ ചോദിച്ചതെന്നൊരു ഡൗട്ട് ഉണ്ട്.
പാവം ചെക്കന്മാർ. നന്ദനിക്ക് ഹായ് കൊടുക്കാത്ത വണ്ടിയുണ്ട്. നന്ദനിക്ക് എന്താണ് പിള്ളേരെ അവസ്ഥ? ഞാനും ഇങ്ങനെ കൊറേ തള്ളിയതാണ്. കുഴപ്പമില്ല, പോട്ടെ പോട്ടെ, വണ്ടി കുഴപ്പമില്ല. ഞാൻ ഇന്നലെ ഒന്ന് തള്ളി. ഞാൻ പണ്ട് തള്ളിയാന്ന് പറയുന്നത്, ഇവ ഇന്നലെ തള്ളിയിട്ടുണ്ടോ എന്റെ വണ്ടി? ബിഗ് ബോസ് 24/7 കണ്ട ഒരുത്തൻ ഈ കിടക്കുന്ന ഇവൻ. ആദ്യം പറയുന്നത് കൺസ്ട്രക്ഷൻ റൂം. കൺസ്ട്രക്ഷൻ റൂം എന്ന് പറഞ്ഞു. പിന്നെ നമ്മളത് ഇങ്ങനെ വെച്ചപ്പോഴത്തേക്കും കൺസ്ട്രക്ഷൻ റൂം ആക്കി. ആക്ച്വലി എന്ത് റൂമാ അത്? കൺഫ്യൂഷൻ റൂം. ശരിക്കും കൺഫ്യൂഷൻ റൂമാണ്, പക്ഷെ അത് എന്റെ പേര് കൺഫെഷൻ റൂം എന്നാ. എന്നിട്ടാണ് 24/7 കണ്ടു എന്ന് പറഞ്ഞത്. ഹലോ ഗൈസ്, കഴുത്തിലൊന്നും പിടിച്ചു തന്നല്ല. നമ്മള് തൃശ്ശൂരിന്ന് ഏത് ജന്തുവിനെ കയറ്റിയേ? ഇതെന്താ സാധനം? ഇതെന്താ സാധനം ഇരിക്കണേ? റെപ്യൂട്ടേഷൻ കീപ്പിട്ട് എപ്പോഴും നിൽക്കും. അതെ, ഇങ്ങനെ ഈ ബിഗ് ബോസിൽ ഇവിടെ സഹിച്ചത് അപ്സര മനസ്സിലാവണില്ല. ഓ സോറി സാർ. ടീം ടണലിന്റെ സ്റ്റാൻഡേർഡ് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി. വെറുതെ അല്ല ടീം ടണൽ പെട്ടെന്ന് തെറിച്ചത്. അങ്ങനെ പോയിന്നാ. അതെ, ഞങ്ങള് ജസ്റ്റ് ഒരു ചായ കുടിക്കാൻ നിർത്തിയതാ. ഒരു അരമണിക്കൂറിന് ഞങ്ങൾ എത്തുന്നതാണ് നേപ്പിയറിൽ. ഒരു ഗൂഗിൾ മാപ്പ് ഇട്ടതാ. നേരെ ഗൂഗിൾ മാപ്പ് ഇട്ടതാ. ഞാൻ നോക്കുമ്പോ മാപ്പില് കടലിൽ കൂടി വണ്ടി പോണെന്ന് പറഞ്ഞു. എന്താ ചങ്കാറാണ്? ഏനുണ്ട് ഇന്റെ മാപ്പിൽ വളരെ മര്യാദക്ക് 52 മിനിറ്റ് കാണിച്ചപ്പോ ഇവന്റെ മാപ്പിൽ 22 മിനിറ്റ്. സ്നേഹാർന്ന മാപ്പാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു സ്നേഹാർന്നായാലും ഇവരും കൊള്ളാം, രണ്ടും കൊള്ളാം. ഒന്ന് ആലോചിച്ച് നോക്കണേ, ഞാൻ ഏത് പൊട്ട ബുദ്ധിക്ക് ഞാൻ ഇങ്ങളെ മാപ്പ് നോക്കിയെന്നുള്ളതാണ് എനിക്കറിയാം. ഏകദേശം അങ്ങനെ ലൊക്കേഷനിൽ എത്താനായപ്പോ ഒരാള് ഛർദിച്ച് വയ്യ, തലവേദനയാണ്, ഛർദിച്ച് കിടക്കാന്നൊക്കെ പറഞ്ഞ് കിടന്നോടത്തൊന്ന് നീച്ചിട്ട് എത്ര മിനിറ്റ് ഉണ്ടെന്ന് ചോദിച്ചു. എത്ര പറയണേ പറഞ്ഞു. അത് 5 മിനിറ്റ് 2.5 കിലോമീറ്റർ എത്തുന്ന ചാടി നീച്ച. അപ്പൊ ഞാൻ ഛർദിക്കാനാണ്, ഇനിയിപ്പോ ഇവിടെ നിർത്തേണ്ടി നോക്കുമ്പോ പൗഡർ ഞങ്ങൾ അങ്ങനെ നേപ്പിയർ റെസ്റ്റോറന്റ് കം നേപ്പിയർ ഹെറിറ്റേജിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മളുടെ ഡെസ്റ്റിനേഷൻ. ഇവിടെ വെച്ചിട്ടാണ് നമ്മളുടെ പ്രോഗ്രാം, മീറ്റപ്പ് എന്ന് വേണേ പറയാം. സംഗതി ഞാൻ മീറ്റപ്പ് എന്നാണ് ഇവരോട് പറയുള്ളത്. ഇറ്റ്സ് എ മീറ്റിംഗ്. ഓക്കെ ഫൈൻ അവിടെ ഇടാം. അങ്ങനെ എടുത്തിട്ട് നിഷാന എല്ലാരും ഉണ്ടോ? എല്ലാരും നീ തുടങ്ങിയോ? നീയുണ്ടോ? അവന്റെ കയ്യിലും മറ്റേ ഞാൻ കളർ ചെയ്തില്ല, വീണ്ടും ഹെയർ സ്റ്റൈൽ മാറ്റുന്നു. എങ്ങനെയുണ്ട് സെറ്റപ്പ്? എങ്ങനെയുണ്ട് ഇവിടെ? നൈസാണ്. എവിടെ ഫുള്ള് കിട്ടി നോട്ടെ. റെസ്റ്റോറന്റ് അടുത്ത് തന്നെയല്ലേ? ഇതാ വരുള്ളൂ. ഹൗ ഇസ് ഇറ്റ് ഗോയിങ്? അടിപൊളിയല്ലേ? പരിപാടി സെറ്റ് ആക്കണ്ടേ? അല്ല റിവീൽ ചെയ്യണോ? ഞാൻ ചെറുതായിട്ട് പറഞ്ഞുള്ളൂ. പിന്നെ റിവീൽ. ബ്രോ സുഖല്ലേ? ഹാപ്പി? അതാദ്യം എഴുതി വെച്ച്. മിസ്റ്റർ അഭിഷേക്, നമ്മളെ സീസൺ എന്താടാ? ഇവിടെ സീസൺ ഓഫ് ഉഡായിപ്പ് എന്നാണ്. 4 നമ്മളെന്താ? അടിപിടി. നമ്മളെ സീസൺ ഓഫ് ഉഡായിപ്പ് സീസൺ 4. അപ്പൊ നമ്മളത് എന്താ? സോറി കേട്ടില്ല. അപ്സരയുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്സര ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എത്തുമ്പോൾ ആക്സെന്റ് മാറും. ഷീ ഫേക്സ് ഹർ ആക്സെന്റ്. അതെ സിജോ, എക്സ്പ്ലെയിൻ ദാറ്റ് ഫിനോമിനൻ. ഏതാണ് അപ്സര? അതായത് സാധാരണ അപ്സരയുടെ ഒരു കൂതറ തള്ള സ്വഭാവം ഉണ്ടല്ലോ, ആ തള്ള സ്വഭാവത്തിൽ നിന്ന് പെട്ടെന്ന് മാറി 10 ആൾക്കാരെ കാണുന്ന സമയത്ത് ആ ഒരു നല്ല പ്രായത്തിൽ കെട്ടിരുന്ന ഏറ്റവും പ്രായത്തിലൊരു കുഞ്ഞുണ്ടായിരുന്നു. ഞാൻ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ഞാൻ ആക്ച്വലി സിജോന്റെയും അപ്സരന്റെയും ഏജ് നിങ്ങൾ ഗസ് ചെയ്യണം. അതല്ല അവൻ പറഞ്ഞത്.
തന്നേല് വന്ന് സജിനെയും ഫിറോസിനെയും വീണ്ടും കല്യാണമെന്ന് അതാണ് ആൾക്കാർ എല്ലാം പെട്ടു. അയ്യോ ചുമ്മാ ചുമ്മാ പറഞ്ഞതാണ്. വെജ് ചിക്കൻ വീണ്ടും ബിരിയാണി. വെജ് ചിക്കൻ ബിരിയാണി എല്ലാം സെയിം ആണ്. എല്ലാം സെയിം അല്ലടാ ഫുഡൊക്കെ ഒരേ എല്ലാ പ്ലേറ്റിലും സെയിം അല്ലേ? എല്ലാ ചിക്കൻ അല്ലേ? ക്യൂ പാലിക്കുക മാറടാ. ഓക്കെ എടുത്തോളൂ 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 എടുത്തോളൂ. മണ്ടന്മാര് അവിടെ എടുത്തിട്ട് അവിടെ നിൽക്കുന്നത് ഇങ്ങനെ വന്ന് എടുത്തോളാം. അല്ല ഞങ്ങൾ അല്ല ഇത് എന്തെങ്കിലും ഒന്ന് നന്നായി കഴിച്ചു തുടങ്ങിയോ? ഹൗസ് ഫുഡ് ആനാൻ പോയി ഒരു പ്ലേറ്റ് എടുത്തോ? ആ ഇവൻ സിജോ ഇപ്പൊ ഫേമസ് ആയത് തന്നെയാണ്. കുട്ടാ മോനെ ആണോ? സീരിയസ് ആയിട്ട് കാര്യം ഉറപ്പല്ലേ? ബീഫുണ്ടോ? ബീഫുണ്ടോ? ആ പറ 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 മതി. മെനു അതായത് ഇന്ന് രാത്രി ഞങ്ങള് ഞങ്ങള് റസ്മിന്റെ വീട്ടിൽ ഞങ്ങൾക്ക് ബീഫ് പത്തിരി. നീ നിന്റെ മെനു കാണിക്കും, ഞാൻ എന്റെ മെനു കാണിക്കും. മതിയോ? വേണ്ട മെനു വേണ്ട. ഇവിടെ ബിഗ് ബോസ് പോയിട്ട് മെനു കാണിക്കാൻ പറ്റിയിട്ടില്ല. സിജോ ബിഗ് ബോസ് പോയിട്ട് നമുക്ക് മെനു കാണിക്കാൻ പറ്റില്ല. വീട്ടിൽ തീയില്ലെങ്കിൽ ഞാൻ വരാൻ വേണം. കുറച്ച് ശാന്തത വേണമെങ്കിൽ ഞാനും വരാം. അതെ ചായ കണ്ടിട്ട് നമ്മൾ ജാസ്മിനെ കൊണ്ടുപോയാൽ മതി. ജാസ്മിന് ചായ. സ്നേഹ ഈ കമ്മലിന്റെ ഇൻസ്പിറേഷൻ അതും റിങ് ഞാൻ കണ്ടുപിടിച്ച് ചെയ്യിച്ചത് ശോഭ ചേച്ചി. അഞ്ചാമത്തെ ഇവിടെ അഞ്ചാമത്തെ ഞാൻ ആറാമത്തെ ഞങ്ങൾ ഒരുമിച്ച് ബില്ല് നിങ്ങൾ ഒരുമിച്ച് കൊടുക്കുന്നതാണ്. ഇത് ഞാനാണ് സ്നേഹ ഒരു സെൽഫ് ഏണിംഗ് ലേണിയാണ്. സ്നേഹ ഭയങ്കരമായിട്ട് ശമ്പളം വാങ്ങുന്ന ഒരു ലേഡിയാണ്. സ്നേഹയ്ക്ക് ഒറ്റയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ കുത്താം ഇടാം. ഇനി ഇവിടെ അധികം നേരം നിന്ന് കഴിഞ്ഞാൽ അതിന്റെ കശിയാ കൊടുക്കേണ്ടത്. അടിപൊളി പഴംപൊരി, നല്ല കിടിലൻ ചായ. ജാസ്മിൻ ചായ എങ്ങനെ ഉണ്ടായിരുന്നു? അതാ നല്ലായിരുന്നു അല്ലേ? നല്ല ചായ അല്ലേ? നല്ല ചായ. സ്നേഹ ചായ എങ്ങനെയുണ്ട്? പഴംപൊരി എങ്ങനെയുണ്ട്? പഴംപൊരി സൂപ്പർ അല്ലേ? ശോഭ മാം എങ്ങനെ ഉണ്ടായിരുന്നു ചായ? ഞാൻ ചായ കുടിക്കാറുണ്ട്. അല്ലേ പഴംപൊരി രണ്ടാമത്തെ മൂന്നാമത്തെ അടിപൊളി അല്ലേ? എല്ലാവർക്കും നമസ്കാരം. വരൂ നമുക്ക് കാഷ്വൽ ആയിട്ടൊരു ഫോട്ടോ എടുക്കാം. റസ്മിൻ ജാസ്മിൻ നിങ്ങൾ എന്താ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? വളരെ മോശമല്ലേ? വളരെ മോശം. അതിലും വലിയ വൃത്തിയായിട്ടവൻ. ഓ ഇവിടെ നിന്ന് എടുക്കാതെ അടിയിലും കണ്ടു പോയി എടുക്കുന്നു. കമോൺ ഇനി നമ്മൾ പരിപാടികൾ കഴിഞ്ഞു. നെക്സ്റ്റ് പരിപാടി കബറി. അടുത്ത പരിപാടി എന്താ? മാജിക്. മെന്റലിസം മാജിക് അങ്ങനെ എന്തെങ്കിലും ആണോ? അല്ലേ മെന്റലിസം അല്ലേ? അപ്സര ഓക്കെയാണ് അതിന്. അപ്സര ഓക്കെയാണ്. മെന്റലിസം സ്നേഹ ഓക്കെ അല്ലേ? സ്നേഹ ഓക്കെയാണ്. മെന്റലിസം നന്ദു ആ ഫസ്റ്റ് ആളെ കിട്ടി. നന്ദന മെന്റലിസത്തിന് ഒരാളുണ്ട് ഫസ്റ്റ്. നന്ദന വാ. ഏഞ്ചലിനായാലും മതി. മെന്റലിസം എന്താ വേണ്ടേ? ഓക്കെ 600 രൂപയും ചായയും പഴംപൊരി. ഞാനൊരു കാര്യം പറഞ്ഞത് എല്ലാവർക്കും ഓൺലൈനിൽ പൂജ ചെയ്യണ്ട. മനസ്സിലായോ?
നിങ്ങൾ തന്നെ ഒരു വീഡിയോ അല്ലേ ഓൺലൈന് എന്നാനായിട്ട് ബന്ധി ആരോ വീഡിയോ ചെയ്യുന്നല്ലേ ഓരോ വീഡിയോ അല്ലേ പ്രാർത്ഥിക്കുന്നേ ഓൺലൈന്. അത് നോക്കിയിടുന്ന് പറഞ്ഞു. ഓക്കെ, ചലഞ്ചാണ്. ഞാൻ ശ്രമിക്കാം. ഇഗ്നോട്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ ഫൈൻ, ഒരാഴ്ച നമ്മൾ ചെയ്ത് നോക്കാം. ഇവിടെ ഞാൻ താഴെ റിസപ്ഷനിൽ വെച്ച് അവിടുന്ന് 2 ബുക്കുകൾ, താഴത്തെ റിസപ്ഷനിൽ 2 ബുക്ക് വായിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് ഡാവിഞ്ചി കോഡും 2 കാർഡ്ബോർഡ് കാസ്റ്റ്, 2 ബുക്കും താഴത്തെ റിസപ്ഷനിൽ തന്ന 2 ബുക്സാണ് അവിടെ ചോദിച്ചത്. ഇതിന് ഇഷ്ടപ്പെട്ടൊരു ബുക്ക് ചൂസ് ചെയ്യാം. ഇവിടെ 2 ബുക്കുകളിൽ ഒരു ബുക്ക് ചൂസ് ചെയ്യാൻ പറഞ്ഞിട്ടായിരുന്നു. ഡാവിഞ്ചി കോഡാണ് ചൂസ് ചെയ്തത്. സോ ബ്രോ ചെയ്യേണ്ടതാ ഏതെങ്കിലും ഒരു പേജ് ഒന്ന് ഓപ്പൺ ചെയ്യാമോ? ഇഷ്ടമുള്ള പേജ് ഓപ്പൺ ചെയ്യാമോ? ഒരു പേജ് ഓപ്പൺ ചെയ്യുക, ഇഷ്ടമുള്ള റാൻഡായിട്ട്. ഓക്കെ, അതിനകത്ത് ശ്രദ്ധിക്കുക, ഒരു വേർഡ് വിചാരിക്കാം. ഇറ്റ് ഈസ് ദാറ്റ് ട്രീ. കാരണം കുഞ്ഞു വേർഡ്സ് ഒന്നും വേണ്ട, അല്പം വലിയൊരു വേർഡ് വിചാരിക്കാം. അല്പം ഒരു സെന്റൻസ് ആവും, ഒരു വേർഡ് ആയിരിക്കും വിചാരിക്കേണ്ടത്. ഒരു വേർഡ് വിചാരിക്കുക, ഒരു അല്പം 4 or 5 ലെറ്റേഴ്സിക്കുള്ള അല്പം വലിയൊരു വേർഡ് വിചാരിക്കുക. വിചാരിച്ചോ? ഒരു 4 or 5 ലെറ്റേഴ്സിക്കുള്ള അല്പം വലിയൊരു വേർഡ്, ഒരു 6 ലെറ്റേഴ്സ് ഒരു വേർഡാണ് വിചാരിക്കേണ്ടത്. ജസ്റ്റ് ഫുള്ള് വായിച്ചു നോക്കിയിട്ട് ഒരു വേർഡ് വിചാരിക്കാം. കിട്ടിയോ? ഫുള്ള് നോക്കിയിട്ട് ഒരു വേർഡ് കിട്ടി. സെന്റൻസ് അല്ലല്ലോ, വേർഡ് അല്ലേ? ഓക്കെ, ബിഗ് ബോസ് റെഡി. നെക്സ്റ്റ് എന്റെ ബിഗ് ബോസ് ആണ് നെക്സ്റ്റ് എന്റെ ഏരിയ ആയിട്ടുള്ളത്. ബിഗ് ബോസ് സായിയുടെ മനസ്സിൽ വേർഡ് ഉണ്ട്, നമുക്ക് ആർക്കും ഇല്ല. സായി ചെയ്യേണ്ടത് സായിയുടെ മനസ്സിൽ നിന്നും ആ വേർഡിന്റെ ഫസ്റ്റ് ലെറ്റർ ബിഗ് ബോസിന്റെ മനസ്സിലേക്ക് അയക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്യാം. ജസ്റ്റ് ഇമാജിൻ മാത്രം ചെയ്താൽ മതി. ബിഗ് ബോസ് എ മുതൽ Z വരെ 26 ലെറ്റേഴ്സ് ഉണ്ട്. അതിൽ ഏതെങ്കിലും ലെറ്റർ മൈൻഡ് കിട്ടിയായിരുന്നു? ഒരു ലെറ്റർ പറഞ്ഞോ, ഉറക്കെ പറഞ്ഞോ. ആറിലാണോ സ്റ്റാർട്ട് ചെയ്യുന്നത്? 6 സോ ബിഗ് ബോസ് കളക്ഷൻ കുറച്ച് പാടായി പോയി. എമ്മിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എമ്മിലുള്ള ലക്ഷക്കണക്കിന് വേർഡ്സ് ഉണ്ട്. അതിൽ ഏതൊരു വേർഡാണ് സായിന്റെ മനസ്സിലുള്ളത്? സായിയുടെ സായി ലുക്ക് ദി ഓഡിയൻസ്. സോ സായി ലെഫ്റ്റിന് മുന്നിലേക്ക് നീട്ടി പിടിക്കാം. യെസ്, ഞാൻ നമ്പർ 1, 2, 3 എന്ന് പറയുമ്പോൾ ജസ്റ്റ് ക്ലോസ് യുവർ ഐസ്. നമ്പർ 1, 2 and 3 ജസ്റ്റ് ക്ലോസ് യുവർ ഐസ്. സായി ഇനി പറയുന്ന സമയത്ത് ഓരോ ലെറ്റർ ബൈ ലെറ്റർ ആയിട്ട് മൈൻഡിൽ ഇമാജിൻ ചെയ്യാം. ഓക്കെ, സ്റ്റാർട്ട്. 1, 2, 3, 4, 5, 6. One second there. So. യെസ്സോറിനെ മാത്രം ആൻസർ ചെയ്ത് ഏതെങ്കിലും സംതിങ് റിലേറ്റഡ് ടു സബ്ജക്ട്, ഏതെങ്കിലും സബ്ജക്റ്റുമായിട്ട് ബന്ധമുണ്ടോ? ഏതെങ്കിലും ഒരു സബ്ജക്ട് വിഷയങ്ങളുമായിട്ട് എന്തെങ്കിലുമൊക്കെ ബന്ധമുണ്ടോ? വിഷയം യെസ്സോറിനെ മാത്രം ആൻസർ ചെയ്തോ. എന്ത് വിഷയം? എന്തോ ആവാം. ലൈക്ക് വിഷയം മീൻസ് ഒരു പഠിക്കാനുള്ള ഏതെങ്കിലും വിഷയങ്ങളാകാം. യെസ്സോറിനോ? യെസ്. ഓക്കെ, സോ ആരും വിളിച്ച് പറയല്ലേ. സോ മറക്കില്ല, അത് തന്നെയാണല്ലോ. ഓക്കെ, മറക്കല്ലേ. സോ ആരും വിളിച്ച് പറയരുത്. ഫോർ ദ ഫസ്റ്റ് ടൈം സായി എല്ലാവർക്കും വേണ്ടി ആ വേർഡൊന്ന് ഉറക്കെ വിളിച്ച് പറയാമോ? മാത്തമാറ്റീഷ്യൻ. ജാൻമണി കുറേ നേരം കൊണ്ട് ജാൻമണി ജാൻമണി വരയ്ക്കാൻ പോകണോ? എന്ത് പറ്റി? ജാൻമണി വരയ്ക്കരുത്, വേറെ ആരുമാണ് വരച്ചോ? ആരൊക്കെയാണ് മാറിപ്പോയത്? എന്താ ഇത്? ഒരു കോളില്ല, ഒരു ഹൈ പോലെ പറയുന്നില്ല. ജാൻമണി ഇങ്ങനെ മടിച്ചു പോയാൽ ജീവിക്കുന്ന മൊത്തം മാറിന് പോയി. തേച്ചു, ജിൻഡോ തേച്ചു, ജാൻമണിനെ തേച്ചു. എന്താ പരിപാടി? ഞാനൊരു റീൽസ് എന്താണ് തിരമാല?
അടുത്ത ഫോട്ടോ എടുത്ത് ഞങ്ങളെ ഈ ഷൂസിൽ എന്തെങ്കിലും സാമ്യം കാണുന്നു? സത്യം പറ, നിങ്ങളുടെ ആണുങ്ങളുടെ ഷൂ അടിച്ച് പറ്റിയതല്ലേ? അങ്ങനെയൊന്നുമില്ല, ഒരു ജെൻഡറും ഇല്ല. അയ്യോ, ഇത് ഷൂസ് ഞാൻ യൂണീക് ഷൂ ആവുന്ന വിചാരിച്ചു വന്നത്. ഒരിക്കലും ഇല്ല, കുഴപ്പമില്ല. ഞാൻ ഇട്ടിട്ടുണ്ട്. ഞാൻ നല്ല ആൾക്കാര്, ഞങ്ങള് സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാര്. ഞങ്ങൾ ബൂട്ട്സ് പറഞ്ഞു. ഞങ്ങളെ ബൂട്ട്സിനെ കുറിച്ച് അല്ല ചോദിച്ചോ. ഞങ്ങളെ ബൂട്ട്സിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഞങ്ങളെ ബൂട്ട്സിനെ ഒരേ ഷോപ്പിൽ നിന്ന് ഇതാണ് എനിക്ക് ഇഷ്ടം. ഇത് എന്റേതല്ലേ? ഇതെന്താ? അയ്യോ, ഈ കാല് ഇത് ഫേമസ് ആയ കാലാണ്. എന്താ പറ്റിയ? ജാസ്മിൻ എന്താ പറഞ്ഞ? ജാസ്മിൻ എന്താ കത്തിച്ചോ? ജാസ്മിൻ എന്താ കാട്ടുതീ കത്തിച്ചു എന്ന് കേട്ടല്ലോ? ജാസ്മിൻ കാട്ടുതീയും കത്തിച്ചു. കുറച്ച് ശാന്തത എടുക്കട്ടെ. ശാന്തത ഇരിക്കുക. വേണ്ട, ഒരു ചായ എടുക്കാൻ പറ്റുമോ? ചായ എടുക്കാം. എന്റെ പ്രത്യേക അപ്പൊ ഓക്കെ ഗൈസ്, രാത്രി പാർട്ടിക്കില്ലേ? ഉണ്ട്. പിന്നെ നമ്മളില്ലാതെ എന്താ ആഘോഷം? രാത്രി പാർട്ടിക്കില്ലേ റസ്മിൻ ഭായ്? ഉണ്ട്. ജിന്നോ ബ്രോ രാത്രി പാർട്ടി? അപ്സര രാത്രി പാർട്ടി? രാത്രി പാർട്ടിക്കുണ്ടോ? അപ്സര ഞാനില്ലാതെ പോവില്ല. സജ്ന ബ്രോ രാത്രി പാർട്ടി ഓർഗനൈസ് ചെയ്ത് താങ്കളാവും. എന്തായാലും താങ്കളുണ്ടാവും. വിശ്വസിച്ചോ? രാത്രി പാർട്ടി. വിനു ബ്രോ രാത്രി പാർട്ടി? അല്ല, ഇതല്ല രാത്രി പാർട്ടി. രാത്രി പാർട്ടി ഈ ഹെഡ് കൗണ്ട് ഒക്കെ കിട്ടണം. രാത്രി പാർട്ടി. ഓക്കെ, അതെ രാത്രി പാർട്ടി. എനിക്ക് പോയിട്ട് കുറച്ച് തിരക്കുണ്ട്. അല്ല, പാർട്ടി കഴിഞ്ഞിട്ട് പോയപ്പോഴാ അവള്. ഹലോ രാത്രി പാർട്ടി. ഹലോ രാത്രി പാർട്ടി. ഹെഡ് കൗണ്ട് കിട്ടി. നാട്യമയൂരും ജിൻഡോയ്ക്കൊപ്പം നാട്യമയൂര മയൂരി. ചെസ്റ്റ് പഠിപ്പിക്കൂ. അതെ, ബ്ലോഗാണ്, കുഴപ്പമില്ല, വൈറലായിക്കോളൂ. ഓഹോ, കിട്ടി. ഇന്നത്തെ കിട്ടി. എക്സ്ക്ലൂസീവ് കിട്ടി. ഓക്കെ ഗൈസ്, നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം. വളരെ വലിയൊരു എക്സ്ക്ലൂസീവ് ആണ് കിട്ടിയിട്ടുള്ളത്. ഇവർ രണ്ടുപേരും ഇപ്പോഴും കണ്ണും തമ്മിൽ. റസ്മിൻ ഭായ് വീട്ടിലേക്കാണോ? ഫുഡല്ല? ഓക്കെ, അപ്പൊ റസ്മിൻ ഭായിന്റെ വീട്ടിൽ പോയി ഫുഡ് കഴിക്കുന്നു. ഒരു പടം സംസാരമായിട്ടുണ്ട്. നിങ്ങളുടെ വിശേഷങ്ങൾ എന്തൊക്കെയാ? ഒന്ന് ലോക്കായി വരണം. അത് അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. ഷൂട്ടൊക്കെ തുടങ്ങിയിട്ട് പറയാം. അതിന് മുമ്പ് എല്ലാവരും എന്തിനു മുഹമ്മത്രേ? പിന്നെ ഇതാണ് ഇവരുടെ പ്രശ്നം. ഇപ്പൊ ഒരു മുഹമ്മത്ത് എന്തൊരു കഷ്ടമാണ്. ഞാൻ കാര്യപ്പെട്ട് നിങ്ങളെ കാണിക്കുമ്പോ അല്ല, ഇവരുടെ ഒരു കഷ്ടപ്പാട് എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ മീഡിയാസിനെ ഭയങ്കരമായിട്ട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. ഇവർ ചില കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ കുറച്ച് ഈ പറഞ്ഞ തംബ്നെയിൽ ഇടുന്നതിനോടും പിന്നെ മരണ വീട്ടിലെ കണ്ടന്റിനോടൊന്നും എനിക്ക് അത്ര ഒരു താല്പര്യമില്ല. ബട്ട് ഇവരുടെ ഒരു ഡെഡിക്കേഷൻ ലെവലുണ്ട്. അത് കുറച്ച് ഭയങ്കരമായിട്ട് നമ്മൾ പറഞ്ഞേ പറ്റൂ. അത് കുറച്ചധികം ഇവരെല്ലാവരും വന്ന് ഇവിടെ ഏകദേശം ഒരു ഉച്ച മുതൽ കാത്തു നിന്നിട്ടാണ് ഇവർ ഇത്രയും നേരം നിന്നിട്ടാണ് ഈ വീഡിയോ എടുത്തത്. അപ്പോൾ അവരെ കാണിക്കാൻ നമ്മൾ ഇരിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് എല്ലാവരും കാണിക്കും. ഫൈനൽ ന്യൂസ് ഷാജി പാപ്പൻ ഓൺലൈൻ മലയാളി. ബാബാ, ഇന്ത്യൻ സിനിമ ചാനൽ ഏതാണ്? അപ്പോൾ ഗൈസ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, ആ ബെൽ ഐക്കൺ കൂടി അമർത്തിക്കോ. മട്ടാഞ്ചേരിയിലെ ജിൻഡോ ഫാൻസ്. മട്ടാഞ്ചേരിയിലെ ജിൻഡോ ഫാൻസ്. അതെ, പോട്ടെ ജിൻഡോ ഒഴിക്കോ. പോട്ടെ പിന്നല്ല, നമുക്ക് കാശ് കാശ് കൊണ്ടുപോകും.
ഇത് ഞങ്ങൾ ജൂൺ ആർട്ടിസ്റ്റിലല്ല. ചായ ഓരോടെ വെയിറ്റ് പെട്ടെന്ന് എല്ലാം പറഞ്ഞു. അയ്യാറിലോ എന്റെ മോനെ അയ്യാറിലെന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. ഇപ്പൊ എവിടേക്കാ സായി പോണ്? നമ്മള് റസ്മിന്റെ വീട്ടിക്ക്. റസ്മിൻ ബൈ. താങ്ക് യു ബ്രോ. എപ്പത്തി ഒരു നേരത്തെ എത്തി. യെസ് റസ്മിൻ, ഞങ്ങൾ കേറാണ്. ഇപ്പൊ എല്ലാവരോടും ടാറ്റാ ബൈ. ജാസ്മിൻ കാക്കാണ് അവിടെ കുട്ടികൾ ചോദിച്ചിട്ടുണ്ട്. അതാ ചോദിച്ചേ എവിടെ ജാസ്മിൻ കാക്കാണ് ഉള്ളതാണല്ലേ. നിനക്ക് ഇത്ര പെട്ടെന്നൊരു കുട്ടിയായോ പെങ്ങളെ? എത്ര പെട്ടെന്ന് എങ്ങനെ സംഭവിച്ചു? ഇതെങ്ങനെ സംഭവിച്ചു? ഞങ്ങളെ പെങ്ങൾക്ക് എങ്ങനെ ഒരു കുട്ടി ഉണ്ടായി ഇത്ര പെട്ടെന്ന് അല്ലേ? അപ്സര പെങ്ങൾക്ക് ഒരു കുട്ടി ഉണ്ടായിരിക്കുന്നു. ഇങ്ങോട്ട് വന്നപ്പോ വൊമിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓഹോ, ഇത് നമ്മുടെ റസ്മിന്റെ വീട്ടിൽ നിന്ന് കിട്ടിയ ഇതിന്റെ പേരെന്താ? ജെല്ലി ഇട്ടെന്തോ അടിപൊളി. അങ്ങനെ ജാസ്മിൻ പോയി. ഇനിയിപ്പോ ജാസ്മിനെ നോക്കണ്ട, ജാസ്മിൻ പോയിട്ടുണ്ട്. ജാസ്മിൻ ഗോൺ. ഞാൻ മൂളി നോക്കാം. നേരത്തെ ഒന്നും രണ്ടാളായോ? വന്നപ്പോ അവള് ഛർദിച്ചപ്പോ നമ്മള് പറഞ്ഞതാ പ്രശ്നമാവും. വന്നപ്പോ ഛർദിച്ചു. താഴെ വെച്ച് പറയണം. നീ വരുന്നില്ലേ? അയ്യോ നല്ല മഴ, മഴയത്തോളോട്ടെ. എവിടെ ജിൻഡോടെ? അപ്പോൾ ഇന്നത്തെ ദിവസത്തെ പരിപാടികൾ അങ്ങനെ അവസാനിച്ച് ഞങ്ങൾ ലാസ്റ്റ് ഒരു കലാശക്കുട്ടിന് പോവാണ്. അതിൻ്റെ വീഡിയോസൊന്നും ഞാൻ എടുക്കുന്നില്ല. ഒരു DJ നൈറ്റ് ഫ്രം ഡെയ്സി. ചെറിയ ചെറിയ ക്ലിപ്പുകളൊക്കെ എടുത്ത് ഞാൻ ഇൻസ്റ്റാഗ്രാമിലിടാം. ഇനി നാളെ ഞാൻ കുറച്ചൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളെ BB മീറ്റപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കിടിലൻ ഞങ്ങളുടെ ഒരു പുതിയൊരു അനൗൺസ്മെൻ്റ് ഒക്കെ സംഗതികളൊക്കെ ഉള്ളൊരു ഫുൾ വീഡിയോ ആയിട്ട് നാളെ ഞാനത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, ബൈ.